രാവിലെ തന്നെ പറമ്പിൽ നോക്കുമ്പം മുരിങ്ങയില നല്ല കിളുത്ത് വന്നിട്ടുണ്ട്. കുറേ നാളായി നമ്മൾ മുരിങ്ങയില ഒന്ന് വെച്ചിട്ട് കൂട്ടാൻ വിചാരിക്കുന്നു. മുരിങ്ങയിലത്തോരൻ കൂട്ടാതെ കുറേ നാളായി. അങ്ങനെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നല്ല മുരിങ്ങയില പറിക്കാമല്ലേ? പച്ച മുരിങ്ങയിലെല്ലാം ഞാനൊരു പാത്രത്തിലിട്ടിട്ട് പൈപ്പ് തുറന്നിട്ട് തന്നെ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഇടയ്ക്ക് മഴ പെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ കാണും പ്രാണികളതിൽ. കഴുകി വെച്ച മുരിങ്ങയില നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കിയാൽ മാത്രമേ അത് കയ്പില്ലാതെ ഉണ്ടാവുള്ളൂ. നമ്മൾ കത്തി വെച്ചത് കണ്ടിച്ച് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈ വെച്ച് തന്നെ അതിനെ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് വീണ്ടും ഒന്നും കൂടെ കഴുകണം, എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ കാണുമെങ്കിൽ കഴുകി കഴിച്ച് വേറൊരു പാത്രത്തിലേക്ക്. നമുക്ക് തേങ്ങ എടുത്തിട്ട് പാത്രത്തിൽ കുറച്ച് തേങ്ങ ചിരണ്ടി വെക്കാം. തേങ്ങ നല്ല സോഫ്റ്റായിട്ട് ചിരണ്ടണം. വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ചതയ്ക്കണം ഒരു കവറിൽ വെച്ചിട്ട്. ഇത് തേങ്ങയിൽ മിക്സ് ചെയ്യണം. ഉരുളി എടുത്ത് അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് വറുത്തിടാം. ശേഷം കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് തന്നെയാണ് മുരിങ്ങയില ഇടേണ്ടത്. കറിവേപ്പില ഒന്ന് നല്ല കാഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മുരിങ്ങയില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ വെതറി കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ലേശം നനച്ച് കൊടുക്കണം. നനച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് തന്നെ നമുക്ക് ഈ ചതച്ച് വെച്ച തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ മിക്സ് ആക്കുക. കുറച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ അടപ്പടച്ച് വെച്ചാൽ മതി. നല്ല ആവി വരുമ്പോൾ അടച്ച് വെക്കണം. ഇപ്പം നന്നായിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇപ്പം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് അരി വറുത്തത് പൊടിച്ചിട്ട് നമുക്ക് അരി ചേർത്ത് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. മുരിങ്ങ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പം നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒന്ന് അരിപ്പൊടിയിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമെല്ലാം മുഴുവൻ കഴിയുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് സാധനം വരും. അപ്പോൾ ഇത് നമ്മുടെ മുരിങ്ങയില നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊന്ന് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് പതിയെ ഒന്ന് തണുക്കാൻ വെക്കാം. അതേ പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തണുത്ത ശേഷം നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മോളിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയേ? സൂപ്പർ.